Good morning, students. അടുത്ത question ഇതാണ്. The value of integral minus 10 to plus 10 x raised to 10 sin x by root of 1 plus x raised to 10 dx is equal to. ഇതിന്റെ 5 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കണം. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? f of x is equal to x raised to 10 sin x by root of 1 plus x raised to 10. നമ്മൾ x-ന് മൈനസ് x കൊടുക്കാം. x-ന് മൈനസ് x കൊടുക്കുമ്പോൾ f of minus x is equal to, ഇവിടെ x-ന് മൈനസ് x കൊടുക്കുമ്പോൾ x raised to 10 ഈവൻ നമ്പർ അതിന്റെ പേരിൽ അതിന് ചേഞ്ച് ഇല്ല, x raised to 10 തന്നെ. sin x-ന് നമ്മൾ മൈനസ് x കൊടുക്കുമ്പോൾ sin of minus x എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് sin x ആണ്, ഇൻറ്റു മൈനസ് sin x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് x raised to 10. x-ന് മൈനസ് x കൊടുക്കുമ്പോൾ അത് തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് കിട്ടുന്ന എന്താണ്? മൈനസ് x raised to 10 sin x divided by root of 1 plus x raised to 10, that is minus x. അപ്പൊ നമ്മൾ x-ന് മൈനസ് x കൊടുക്കുമ്പോൾ f of minus x എന്നുള്ളത് എന്ത് കിട്ടും? മൈനസ് f of x കിട്ടും. അങ്ങനെ മൈനസ് f of x കിട്ടുകയാണെങ്കിൽ we can say that f of x is odd. f of x odd ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് 10 to plus 10 x raised to 10 sin x by root of 1 plus x raised to 10 dx is equal to 0 when f of x is odd. നമ്മൾ ഏത് പ്രോപ്പർട്ടി ആണ് ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി മൈനസ് a2 plus a f of x dx is equal to 0 when f of x is odd. But definite integral ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ 0 ആണ്. ഓപ്ഷൻ ഇ is the correct answer. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി അറിഞ്ഞിട്ടാണ് മതി. ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടിയാണ് മൈനസ് a2 plus a f of x dx എന്ന് പറയുന്നത് 0 ആയിരിക്കും when f of x is odd. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഫംഗ്ഷൻ ചെക്ക് ചെയ്തപ്പോൾ x-ന് മൈനസ് x കൊടുക്കുമ്പോൾ നമുക്ക് f of minus x എന്നുള്ള എന്ത് കിട്ടി? മൈനസ് f of x കിട്ടി. Therefore, we can say that the given function is a odd function. Odd function ആയതുകൊണ്ട് ഇതിന്റെ ആൻസർ 0. ഓപ്ഷൻ ഇ is the correct answer. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത if f of x is equal to cos x for x greater than equal to 0, 2x for x less than 0, then the value of integral minus 2 to pi by 2 f of x dx is equal to option A 2, B minus 2, C minus 3, D 3, E 0. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. If f of x is equal to cos x for x greater than equal to 0, 2x for x less than 0, then the value of integral minus 2 to pi by 2 f of x dx. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. മൈനസ് 2 to 0 f of x dx പ്ലസ് 0 to pi by 2 f of x dx. ഇതിനെ ഡെഫിനറ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇതിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. മൈനസ് 2 to 0 f of x dx പ്ലസ് 0 to pi by 2 f of x dx. മൈനസ് 2 to 0 ഫംഗ്ഷന്റെ വാല്യൂ ഫോർ എക്സ് ലെസ് ദാൻ 0 ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? 2x ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസില് മൈനസ് 2 to 0 f of x എന്തെടുക്കും? 2x dx പ്ലസ് 0 to pi by 2 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 the function value will be cos x. f of x എന്ത് കൊടുക്കുന്നു? cos x. then this is equal to, നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. 2x square by 2 minus 2 to 0 ഇനി sin x 0 to pi by 2. 2 കൊണ്ട് ക്യാൻസൽ ചെയ്തു. 0 minus 4 plus 1 minus 0. Therefore, നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? minus 3. minus 3 എന്ന് പറഞ്ഞാൽ C is the option. Option C ആണ് ഇതിന്റെ ആൻസർ. minus 3 is the correct answer. ഇവിടെ നമ്മൾ ചെയ്ത പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്.
ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. എന്താണ് ചെയ്തത്? -2 to π/2 f of x dx നെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെയാണ്? -2 to 0 f of x dx പ്ലസ് 0 to π/2 f of x dx. -2 to 0 തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? 2x ആണ്. ഫോർ x ലെസ് ദാൻ 0 ഫംഗ്ഷന്റെ വാല്യൂ 2x ആണ്. 2x കൊടുത്തു. 0 to π/2 ഫംഗ്ഷന്റെ വാല്യൂ കൊടുത്തു, cos x കൊടുത്തു. ദെൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? -3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The value of integral 0 to π/16 cos 6x cos 2x dx is equal to option 1 plus √2/16, 1 plus √2/8, 2 plus √2/16, -1 plus √2/16, -1 plus √2/8. അങ്ങനെ 5 ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കാം. The value of 0 to π/16 cos 6x cos 2x dx is equal to. ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഫോർമുല ഓർത്തിരിക്കുക. അതാണ് 2 cos a cos b എന്ന് പറഞ്ഞാൽ എന്താണ്? cos a plus b plus cos a minus b. ഈ ട്രിഗണോമെട്രി കഴിഞ്ഞിട്ട് ഓർത്തിരിക്കുക. അതനുസരിച്ച് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എങ്ങനെ എഴുതാം? 1/2 integral 0 to π/16 2 cos 6x cos 2x dx. നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഹരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഫോർമുല രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 2 cos a cos b ആക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കൊണ്ടൊന്ന് ഗുണിച്ചു, ഒരു 2 കൊണ്ട് ഹരിച്ചു. ഇനി നമുക്ക് ഫോർമുല കൊടുക്കാം. 1/2 integral 0 to π/2 6x എന്ന് പറഞ്ഞാൽ a, 2x എന്ന് പറഞ്ഞാൽ b ആണ്. അപ്പൊ നമുക്ക് ഒരു ഫോർമുല കൊടുക്കുമ്പോൾ cos 8x plus cos 4x. ഇനി നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 sin 8x by 8 sin 4x by 4 0 to π/8. That is 1/2 into 0 to π/16 ആണ്. π/16 0 to π/16 0 to π/16 cos 8x plus cos 4x dx. 0 to π/16 1/2 കൊടുക്കുമ്പോൾ sin 8 into π/16 divided by 8 sin 4 into π/16 by 4 0 to ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് കൊടുത്തു. ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ 0 ആയിപ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ വീണ്ടും 0 ആയിപ്പോൾ. That is equal to 1/2. ഇവിടെ sin 8 into π/16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? sin π/2 by 8 പ്ലസ് ഇവിടെ sin π/4 by 4. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. This is equal to 1/2 sin π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1/8 sin π/4 1/√2 ആണ്. 1/√2 by 4. This is equal to 1/2 1/8 plus 1/4√2 4√2. This is equal to 1/2 into 1/8 plus √2 കൊണ്ട് മുകളിൽ ഗുണിച്ച് താഴെ √2 ഗുണിച്ച് ചെയ്യുമ്പോൾ 8 വരും. അപ്പോൾ കോമൺ എക്സ് സെയിം ആയിട്ട് വരും. So this is equal to 1/2 into അപ്പൊ നമ്മള് കോമൺ LCM 1/2 into 1 plus √2 by 8. That is 1 plus √2 divided by 16. ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A is the correct answer. ഓപ്ഷൻ A is the correct answer. 1 plus √2 by 16. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫോർമുല 2 cos a cos b എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിച്ചത്. 2 cos a cos b. 2 cos a cos b എന്താണ്? cos a plus b plus cos a minus b. അപ്പൊ ആ ഫോർമുല കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ 2 കൊണ്ട് ഗുണിക്കുകയും 2 കൊണ്ട് ഹരിക്കുകയും ചെയ്യും.
അങ്ങനെ ഗുണിച്ചതിന് ശേഷം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തു. 2 cos A cos B എന്ന് പറഞ്ഞാൽ എന്താണ്? cos A plus B plus cos A minus cos 8x plus cos 4x. നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ sin 8x by 8 sin 4x by 4. Then 0 to pi by 16. അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. sin 8 into pi by 16 by 8 plus sin into 4 into pi by 16 by 4. ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് sin 0 0 ആണ്. ഇവിടെ 0 ആണ്. ഇനി നമ്മൾ sin 8 into pi by 16 എന്ന് പറഞ്ഞാൽ sin pi by 2 by 8 plus sin pi by 4 by 4. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? sin pi by 2 1 കൊടുക്കുന്നു. 1 by 8 sin pi by 4 എന്ന് പറഞ്ഞാൽ sin 45 ഡിഗ്രി ആണ്. That is 1 by root 2 by 4. അപ്പോൾ 1 by 2 into 1 by 8 plus 1 by 4 root 2. ഇവിടെ നമ്മൾ ചെയ്തത് സിംപ്ലിഫിക്കേഷൻ വേണ്ടിയിട്ട് റൂട്ട് 2 കൊണ്ട് മുകളിലും താഴെ കുടിക്കുന്നു. റൂട്ട് 2 ഡിവൈഡഡ് ബൈ ഇവിടെ റൂട്ട് 2 കൊണ്ട് കുടിച്ചാൽ റൂട്ട് 2 into റൂട്ട് എത്രയാണ്? 2 ആണ്. അപ്പോൾ 8 വരും. അപ്പോൾ കോമൺ എൽസിയം 8 വന്നു. അപ്പോൾ 1 plus root 2 by 8 into 1 by 2. Therefore, final answer will be 1 plus root 2 by 16. Option A is the correct answer. Okay.